Hello. 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 Is sound clear? If sound is clear, please say yes. ഇവിടെ ഒരു കമന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ല നിങ്ങൾ അവിടെ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിബഡി സൗണ്ട് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഹലോ. നിങ്ങൾ പ്ലീസ് കമന്റ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക യെസ്, എന്നാലേ നമ്മൾ തുടങ്ങുള്ളൂ. കാരണം തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. So anybody please comment yes sir, sound clear ആണ്, സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞോളൂ. Is there any problem with the sound? ഓക്കെ. നമ്മൾ ഈ വീഡിയോസ് നമ്മളിതിനകത്ത് എഴുതുന്നത് നിങ്ങൾ സാധാരണ ബോർഡിൽ എഴുതുന്ന പോലെ കാണുന്നതായിരിക്കും. അപ്പോൾ ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പോയിന്റുകൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. വിത്തിൻ 1 minute നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ. ഒരു പേപ്പറും പേനയൊക്കെ ആയിട്ട് നിങ്ങൾ റെഡി ആവുക. അപ്പോൾ സൗണ്ട് ക്ലിയർ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എടുത്തത് ശരിയാണോ എന്ന് ചോദിക്കും. മീൻസ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 സ്ലൈഡ് കാണിക്കാം, എന്നിട്ട് അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോടൊന്ന് പറയാം. ഓക്കെ. സോ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് സൊല്യൂഷൻസ് പാർട്ട് 15 ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. ഇവിടെ ഞാനൊരു ടെസ്റ്റ് എഴുതുകയാണ്. ജസ്റ്റ് വെൽക്കം. ഈ വെൽക്കം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊന്ന് എന്നെ ഇൻഫോം ചെയ്യാം. ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ.
ഹലോ? ഓക്കെ, അപ്പോ നമുക്കൊരാള് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട്. അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് സൊല്യൂഷൻ ചാപ്റ്റർ 2 ചാപ്റ്റർ 2 ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ടോപ്പിക് ഈസ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. ഓക്കെ. സോ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ഹെൻറീസ് ലോ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഹെൻറീസ് ലോ ആണ്. ഹെൻറീസ് ലോ, HENRYS ലോ. മേ ബി ചിലപ്പോ ഞാൻ എഴുതുന്നത് ചിലർ ക്ലിയർ ആയെന്ന് വരില്ല, പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കുക. ഹെൻറീസ് ലോ. ഓക്കെ. നമ്മള് ഗ്യാസസ് എപ്പോഴാണ് ലിക്വിഡിൽ ലയിപ്പിക്കുക? നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ സോഡ വാട്ടർ ആണ്. സോഡ വാട്ടർ. ഈ സോഡ വാട്ടറിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഈ സോഡ വാട്ടറില് കുപ്പിയില് ഈ വാട്ടറില് നമ്മൾ എന്താ ലയിപ്പിക്കാം? നമ്മൾ ലയിപ്പിക്കുക കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഗ്യാസസ്. സോ ഗ്യാസസ് നമ്മൾ ഇതിനകത്ത് ലയിപ്പിക്കുന്നത് ഹൈ പ്രഷർ കൊടുത്തിട്ടാണ്. ഓക്കെ. സോ whenever the pressure increases, the solubility of carbon dioxide increases. ഇവിടെ സോലിബിലിറ്റി ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിന് മുന്നത്തെ പോർഷൻസിൽ പാർട്ട് 14 സോലിബിലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇപ്പോ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടു, സോഡിയം ക്ലോറൈഡ് ഇട്ടു. ഓക്കെ. ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഇത് ഞാൻ ഇതിനകത്ത് ലയിപ്പിക്കാവുന്നതിന് പരമാവധി ഒരു അളവുണ്ട്. ഇപ്പൊ 2 സ്പൂൺ ഇടാം, 3 സ്പൂൺ ഇടാം, 10 സ്പൂൺ ഇടാം. ചിലപ്പോൾ 15ാമത്തെ സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ ഇനി ലയിക്കില്ല എന്ന അവസ്ഥയിലെത്തി. അതായത് മാക്സിമം ലയിച്ചു. അതാണ് സോലിബിലിറ്റി. മനസ്സിലായോ? എന്നാൽ 5 സ്പൂൺ ഇട്ട ഉപ്പിലായനിയോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിനെയോ നമ്മൾ പറയും കോൺസെൻട്രേഷൻ. 5 സ്പൂൺ അത്രയും ഗാഢത കുറവാണ്. ഒരു 7 സ്പൂൺ ഇട്ടാൽ ഗാഢത കൂടുതലാണ്, കോൺസെൻട്രേഷൻ കൂടുതലാണ്. ബട്ട് മാക്സിമം ആയാൽ നമ്മൾ പറയും എന്താണ്? സോലിബിലിറ്റി. അപ്പൊ എത്രത്തോളം ലയിക്കാൻ പരമാവധി പറ്റും അതിനെയാണ് നമ്മൾ സോലിബിലിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് സോലിബിലിറ്റി. ക്ലിയർ? അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഗ്യാസസ് ലിക്വിഡിലേക്ക് ലയിപ്പിക്കുമ്പോൾ അതിനെ സോലിബിലിറ്റി എന്ന് പറയും. ആ സോലിബിലിറ്റി എന്തിനെല്ലാം ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഗ്യാസസ് ലിക്വിഡ് ലയിക്കുമോ? ലയിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്? ഓക്കെ. സോ the factors which the solubility of gases depends. So നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് factors which the solubility of gases depends. The first one is nature of the gas and that of liquid. It is the nature of gas and the liquid. ഏത് ലിക്വിഡിലാണോ ലയിക്കുന്നത് ആ ലിക്വിഡിന്റെ സ്വഭാവവും അതുപോലെ തന്നെ എന്താണ്? ഗ്യാസിന്റെ സ്വഭാവവും. ക്ലിയർ? ഓക്കെ. സോ ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് ദി ലിക്വിഡ്. എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു പ്ലെയിൻ സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് നന്നായിട്ട് ലയിക്കും. ഓക്കെ. മോർ ഈസിലി ആരാണോ നന്നായിട്ട് ലയിക്കുന്നത്? ആരാണോ നന്നായിട്ട് ലയിക്കുന്നത് അപ്പൊ സോലിബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. മോർ സോലിബിലിറ്റി. ഓക്കെ. അപ്പൊ നന്നായി ലയിക്കുന്നത് ആരാണോ അയാൾക്ക് സോലിബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഹൈഡ്രജൻ എടുത്തുന്നതായിരിക്കും. സപ്പോസ് ഇഫ് യു ടേക്ക് ഹൈഡ്രജൻ ഓർ ഹീലിയം, ഇത് വെള്ളത്തിൽ നിൽക്കില്ല. ഇത് എന്താണ്? നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ പെട്ടെന്ന് എന്താണ്? മുകളിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ചില ടെമ്പറേച്ചർ ഉണ്ട്, അതിന്റെ മീതെ നമുക്കതിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഗ്യാസിന് നമ്മൾക്ക് പ്രഷർ കൊടുത്ത് ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചർ താഴെ ആ ഗ്യാസ് ലിക്വിഡ് ആയിരിക്കും.
അതിന് മീതെ അതിനെ നമുക്ക് ലിക്വിഡ് ആക്കാൻ പറ്റില്ല, അത് ഗ്യാസ് ആയി പോകും. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് TC, critical temperature. It is known as critical temperature. Critical temperature. ഓക്കെ, ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈ പറയുന്ന ഹീലിയം ഹൈഡ്രജനൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് സാധാരണ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ ഇവരെ അങ്ങോട്ട് എടുത്ത് വെള്ളത്തിൽ ലയിപ്പിക്കാന്ന് വിചാരിച്ച് നടക്കില്ല. ഇവർ വെള്ളത്തിൽ ലയിക്കില്ല. ഇപ്പൊ സോളിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൾസോ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണ്, മുകളിലാണ് നമ്മൾ ഇതിനെ ലയിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നടക്കില്ല. ബട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ നേരത്തെ കണ്ട പ്രീവിയസ് കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹൈ ആണ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്, ഒരു ഗ്യാസിന്റെ സ്വഭാവം എന്താണോ അതനുസരിച്ചായിരിക്കും അത് വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ദാറ്റ് മീൻസ് ദ സോളിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് ആൻഡ് ആൾസോ ദ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. Okay, what is critical temperature? Temperature above which a gas cannot be liquefied. ഈ ടെമ്പറേച്ചറിന് മീതെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഇതിന് മീതെയാണ് സാധാരണ നോർമൽ ടെമ്പറേച്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലൊക്കെ ഈ പറഞ്ഞ ഹൈഡ്രജൻ ഹീലിയം കൊണ്ടുവന്ന് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വെള്ളത്തിൽ ലയിക്കുമില്ല. ഓക്കെ, ക്ലിയർ? അപ്പോൾ ദ ബെസ്റ്റ് എക്സാമ്പിൾ, അതായത് നന്നായി വെള്ളത്തിൽ ലയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ മീഥെയിൻ. ഓക്കെ, ദീസ് ആർ ദ ഗ്യാസസ് വെരി ഈസിലി ഡിസോൾവ് വെരി ഈസിലി. ഓക്കെ, ഇതെന്താണ് വെരി ഈസിലി. അപ്പൊ ആരാണോ നന്നായി ലയിക്കുന്നത് അവർക്ക് സോലിബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ? But certain gases like NH3, ammonia. NH3 നമ്മൾ വാട്ടറിലേക്ക് ഇടുകയാണെങ്കിൽ NH3 + H2O, they react. ഈ ഗ്യാസസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. സോ ദേ ഫോം വാട്ട്? NH4OH. സോ എല്ലാ ഗ്യാസസും വെള്ളത്തിൽ ലയിക്കില്ല. സോലിബിലിറ്റി നമുക്ക് എന്താണ് ഇവിടെ നോക്കിയേ, NH3 എന്താണ് വെള്ളത്തിൽ റിയാക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഗ്യാസസിന്റെ സ്വഭാവം അനുസരിച്ചാണ് അതിന്റെ സോലിബിലിറ്റി നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് നേച്ചർ ഓഫ് ഗ്യാസസ് ആൻഡ് ലിക്വിഡ്. ക്ലിയർ? ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ നേരത്തെ കണ്ടതാണത്. എന്താണ് സെക്കൻഡ് ഫാക്ടർ? ദ സെക്കൻഡ് ഫാക്ടർ ഈസ് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾക്കറിയാം, ഒരു ഗ്യാസ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച്, സപ്പോസ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ എടുത്തു, നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന് കൈനറ്റിക് എനർജി കിട്ടുന്നത് തീർച്ചയായിട്ടും വെള്ളത്തെ വിട്ട് പുറത്തേക്ക് പോകും. So whenever the temperature increases, what happened is the gases molecules get more kinetic energy. They അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവര് ഈ പറയുന്ന ലിക്വിഡിൽ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? സോ സോലിബിലിറ്റി എന്താണ്? ഡിക്രീസസ്. ബട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോലിബിലിറ്റി എന്താണ്? ഡിക്രീസസ്. കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ what happened? This is an exothermic reaction. ടെമ്പറേച്ചർ പുറത്തേക്ക് വിട്ടിട്ട് പോകുന്ന റിയാക്ഷൻ ആണ്. If it is an exothermic reaction, what happened? Solubility decreases. Okay? നമ്മൾ ലേശാലിയ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ലേശാലിയ പ്രിൻസിപ്പിൾ എന്ന ടെമ്പറേച്ചർ മൂലമുണ്ടാവുന്ന എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി സിസ്റ്റം ശ്രമിക്കും. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if the reaction is exothermic means heat പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ, then when you increase the temperature, the solubility decreases. So maybe question പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് സോലിബിലിറ്റി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറയുന്നെന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. താപം പുറത്തേക്ക് വിടുന്ന ഒരു റിയാക്ഷൻ ആണത്. സോ അതിന്റെ ഫലമായിട്ട് ഗ്യാസസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും?
അവര് ഈ പറയുന്ന ലിക്വിഡിൽ നിന്നും വിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, സോ ദ തേർഡ് വൺ, ടെമ്പറേച്ചറെ കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. തേർഡ് വൺ, പ്രഷർ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഹെൻറീസ് ലോ വരുന്നത്. പ്രഷർ, PRESSUR. ഓക്കെ, പ്രഷർ. നമുക്കറിയാം ഗ്യാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രഷർ അപ്ലൈ ചെയ്ത് ഗ്യാസിനെ നമുക്ക് ലിക്വിഡ് ആക്കാം. നമ്മുടെ വീട്ടിലെ LPG ഗ്യാസസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസ് ഓഫ് ഗ്യാസ് ഈസ് യു ക്യാൻ അപ്ലൈ പ്രഷർ. നിങ്ങൾക്ക് പ്രഷർ അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് നോൺ ആസ് കംപ്രസിബിൾ. എന്താണ് കംപ്രസിബിൾ? ഗ്യാസസ് ക്യാൻ ബി കംപ്രസിബിൾ. ഓക്കെ, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ ഗ്യാസ്. ക്ലിയർ? Okay. This compressibility is clearly explained by Henry's law. Henry's law. ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? ഹെൻറീസ് ലോസ്. ഹെൻറീസ് ലോ ആണ്. ഹെൻറീസ് ലോ പറയുമ്പോൾ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് സെർട്ടൻ ടെമ്പറേച്ചർ, അറ്റ് എ സെർട്ടൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ പറയാൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓക്സിജൻ, സപ്പോസ് ഓക്സിജൻ O2, oxygen at 20 degrees Celsius, at 20 degree Celsius, അത് വെള്ളത്തിൽ ലയിക്കുന്നത് 9 ppm, 9 ppm പ്രഷറിലാണ്. ക്ലിയർ? 9 ppm പ്രഷർ. അപ്പൊ ഇവിടെ ഈ 20 ഡിഗ്രി സെൽഷ്യസിൽ 9 ppm ആണ്, 30 ഡിഗ്രി സെൽഷ്യസ് വേറെ ആയിരിക്കും. മനസ്സിലായോ? സോ അതുകൊണ്ട് തന്നെ ഈ ലോ നമ്മൾ പഠിക്കുന്ന സമയത്ത് സെർട്ടൻ ടെമ്പറേച്ചർ, മറ്റേ ഫിക്സ്ഡ് ടെമ്പറേച്ചറിലുള്ള വാല്യൂ ആയിരിക്കില്ല പിന്നീട്. അപ്പോൾ ഈ ലോ പറയുമ്പോൾ എന്താണ്? സെർട്ടൻ ടെമ്പറേച്ചർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എന്താണ് ഈ ലോ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ ലോയിൽ പറയുന്നത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ഇൻ ദ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ. ഓക്കെ, എന്താണ്? ഒന്നുകൂടി പറയാം. മാസ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. നന്നായി പ്രഷർ കൊടുക്കുകയാണെങ്കിൽ നന്നായി ലയിക്കും. പ്രഷർ കുറവാണെങ്കിൽ എന്താണ്? ലയിക്കുന്നതും കുറവായിരിക്കും. ഓക്കെ, സോ ഇതാണ് അതിന്റെ ബേസിക് തിയറി. നമുക്കിതൊന്ന് എഴുതി നോക്കാം. ദിസ് തിയറി സേസ് ദാറ്റ് അറ്റ് എ സെർട്ടൻ ടെമ്പറേച്ചർ, അറ്റ് എ certain temperature, sorry, at a certain temperature, the mass of a gas which is dissolved in a, the mass of a gas which dissolved in a definite volume of a liquid, definite volume of a liquid is proportional to the pressure of the gas in equilibrium, pressure of the gas in equilibrium with the solution, ഓക്കെ. ഇത്തിരി സമയം എടുത്തു നമ്മൾ പറയാൻ, സോറി, നമ്മൾ എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഓക്കെ, സോ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് at a certain temperature, this is very important, certain temperature, the mass of a gas, this one is another term, mass of a gas which is dissolved in a definite volume of a liquid. ഒരു ലിക്വിഡ് നമുക്ക് തന്നിട്ടുണ്ട്, ചിലപ്പോൾ 10 ലിറ്റർ,
20 liter. Okay. Is proportional to this one is another term. Represent this proportional sign. Proportional to the pressure of the gas. Okay. Pressure of the gas in equilibrium with the solution. Suppose ഇതാണ് നമ്മുടെ കണ്ടെയ്നർ എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് കുറച്ച് എന്താണ് ലിക്വിഡ്സ് ഉണ്ട്. ഓക്കെ. നമ്മളൊരു പിസ്റ്റൺ ഉപയോഗിച്ച് ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. എന്താണ് ഇവിടുത്തെ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് അതിനകത്തേക്ക് കൊടുത്തിട്ട് നമ്മളെന്താണ് സപ്പോസ് കുറച്ച് ഗ്യാസസ് ഈ ഗ്യാപ്പിലൂടെ കുറച്ച് ഗ്യാസസ് മോളിക്യൂൾസ് അതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. വാട്ട് ഹാപ്പൻ? ഈ ഗ്യാസ് മോളിക്യൂൾസിനകത്തിലേക്ക്. ഓക്കെ. അപ്പൊ നമ്മളുടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇഫ് ദ പ്രഷർ ഇൻക്രീസസ് the number of molecules or the mass of the gas dissolved in the solution also increases. Though അവർ തമ്മിൽ എന്താണ് directly proportional ആണ്. Mass is directly proportional to the pressure, means applied pressure. This is known as Henry's law. Okay, clear? Yes. Then എന്താണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ? നമ്മൾ നേരത്തെ കണ്ടതാണ്, വെരി സിമ്പിൾ ആണ് അത് മനസ്സിലാക്കാൻ. ഇറ്റ് ഈസ് m directly proportional to p. Clear? And m is equal to a constant k into p. Okay. Then k is constant, known as constant proportionality constant. K is known as what? Proportionality constant. Proportionality constant. Okay, clear? This law can also states in terms of mole fraction. Mole fraction terms il namukku ee law parayanayittu sadhikkum. Mole fraction നമ്മൾ ഇതിനു മുന്നത്തെ ലെസൺസിൽ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കാണണമെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ? സപ്പോസ് ഇതൊരു കണ്ടെയ്നർ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞ ആളുണ്ട്, ബി എന്ന് പറഞ്ഞ ആളുണ്ട്. നമ്പർ ഓഫ് എ, കുറച്ച് എ ഉണ്ട്, കുറച്ച് ബി ഉണ്ട്. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്പർ ഓഫ് എയുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അനദർ വേ ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് എന്താണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു വേ ആണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദിസ് ലോ ക്യാൻ ആൾസോ സ്റ്റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. സോ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. അക്കോർഡിംഗ് ടു Henry's law, this law says that the partial pressure means നമ്മൾ ആ ലിക്വിഡിന്റെ സർഫസിലുള്ള എയർ ലിക്വിഡുമേ ചെലുത്തുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് directly proportional to പെട്ടെന്ന് കഴിയും, ചെറുതാണ്, proportional to the mole fraction of the gas in solution. The mole fraction of gas in solution. Okay, clear? The partial pressure of the gas is directly proportional to the mole fraction of gas in solution. Here, this is the term, partial pressure, and directly proportional. What? Mole fraction. So you can denote partial pressure as P. Okay, and there is a directly proportional sign, and the mole fraction is denoted by an X. Clear? So this law says that partial pressure of the gas എന്ന് പറയാൻ നമ്മൾ ആ ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് ഗ്യാസ് എടുത്ത് ലിക്വിഡ് ഉണ്ട്. അപ്പൊ ഗ്യാസ് ആ ലിക്വിഡിന് ചെലുത്തുന്ന ഫോഴ്സ് പെർ ഏരിയ, ദാറ്റ് ഈസ് പ്രഷർ, പാർഷ്യൽ പ്രഷർ, is directly proportional to the mole fraction of gas in solution. Okay, clear? Yes. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? പാർഷ്യൽ പ്രഷർ is directly proportional to mole fraction. P
എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് മോൾ ഫ്രാക്ഷൻ. ഓക്കെ, ക്ലിയർ? യെസ്. ഇപ്പൊ നമുക്കിനി ഡയറക്ഷൻ സൈൻ കളയണം. അങ്ങനെ ഡയറക്ഷൻ സൈൻ കളഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഈക്വൽ ടു വരും അല്ലേ? ശരിയല്ലേ? യെസ്, അവിടെ ഈക്വൽ ടു വന്നു. ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അതൊക്കെ നിങ്ങൾ ചെറിയ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് എ കോൺസ്റ്റന്റ്. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് എന്താണ്? ഹെൻറീസ് കോൺസ്റ്റന്റ്, കെ എച്ച്. ഓക്കെ, that constant is known as Henry's constant, Kh, into mole fraction. Is it clear? ഇവിടം വരെ clear ആണോ? Partial pressure is directly proportional to mole fraction and the pressure is equal to a constant Kh into എന്താണ് ഈ പറയുന്ന x. Okay, if you plot a graph between pressure and Kh, പ്രഷറും Kh തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരച്ചു എന്ന് വിചാരിക്കുക. Suppose if you plot a graph like this is x-axis and this one is y-axis. And ഇവിടെ ഈ സൈഡിലെ pressure, partial pressure, and here this Kh, sorry, Kh, this Kh. Okay, then this graph looks like a straight line. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഉണ്ടോ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. Is it true? Yes, P directly proportional to Kh, അതുകൊണ്ടാണ് സ്ട്രേറ്റ് ലൈൻ വരുന്നത്. Okay, clear? Then what about the mole fraction x? Mole fraction x, what is about mole fraction x? And mole fraction of x is equal to, ഇതിവിടെ നിർത്തി കഴിഞ്ഞാൽ കെ എച്ച് നമ്മൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പൊ കെ എച്ച് ഇവിടെ മൾട്ടിപ്പിൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താണ്? പ്രഷർ ഡിവൈഡഡ് ബൈ എന്താണ്? കെ എച്ച് എന്ന് വരും. ക്ലിയർ? ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ, ഓക്കെ, ഡിവൈഡഡ് ബൈ വാട്ട്? കെ എച്ച്. Kh. What does that it mean? It mean mole fraction is inversely proportional to Kh. Mole fraction is inversely proportional to Kh. Mole fraction endana? Concentration, representation of concentration. That means mole fraction ennu parnayal endana? Representation of concentration. It means solubility. It means solubility. Clear? Okay, and solubility is inversely proportional to endana? Kh. That means higher the value of Kh, lower the solubility. Higher the value of Kh, lower the solubility. That means if the value of Kh is higher, okay, and the solubility is lower, this is most important relation. This is the most important relation. Very important. Then if the value of Kh is higher, the solubility lower. Karanam they are inversely proportional. You can easily understand it from this relation. Okay. Yes. Let us take some examples of gases. Suppose helium. Helium at 293 Kelvin. At 293 Kelvin, its Kh value. Its Kh value is 144.97. Okay, one example helium, and the second example, if you take hydrogen, H2. Okay, at the same temperature 293 Kelvin, 293 Kelvin, you can see the value of Kh. The value of Kh, what is Kh? Henry's constant, proportionality constant, is equal to 69.16. There is much difference between helium and hydrogen. Helium in a higher Kh value, that means lower solubility. Helium ലയിക്കൂല, മനസ്സിലാവുന്നുണ്ടോ? And H2 hydrogen ഹീലിയത്തിന്റെ അത്രയുമില്ല, എന്നാലും ഹയർ ആണ്.
കമ്പയർഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് വെരി ഹയർ ആണ്. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പൊ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹയർ ആണ് ഹൈഡ്രജൻ. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ സോലിബിലിറ്റി കുറയുന്നത്, വെള്ളത്തിൽ ലയിക്കാത്തതാണ്. അപ്പൊ ഹയർ ദ കെ എച്ച് വാല്യൂ ലോവർ ദി സോലിബിലിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദെൻ തേർഡ് എക്സാമ്പിൾ, എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3 എടുക്കുകയാണെങ്കിൽ നൈട്രജൻ ഫോർ എക്സാമ്പിൾ നൈട്രജൻ അറ്റ് 293 സെയിം ടെമ്പറേച്ചർ ആണ്. കണ്ടോ, സെയിം ടെമ്പറേച്ചർ ഡിഫറെന്റ് കെ എച്ച് വാല്യൂ വരുന്നത് കണ്ടോ. ഓക്കെ, in case of nitrogen it is 76 point. നൈട്രജന്റെ എത്രയാണ്? 76.48 ഉണ്ടോ. അപ്പൊ നൈട്രജന്റെ 76.48 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നൈട്രജൻ ഹയർ ദ കെ എച്ച് വാല്യൂ ആണ്. അപ്പൊ പെട്ടെന്ന് ലയിക്കില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നൈട്രജൻ നിറച്ച ഇത് നമ്മൾ ശ്വസിച്ചു കഴിയുമ്പോൾ വെള്ളത്തിന്റെ അടിയിൽ ചെല്ലുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും, നൈട്രജൻ ബ്ലഡിൽ ലയിക്കും. പക്ഷെ നമ്മൾ വെള്ളത്തിന് മുകളിലേക്ക് വരുമ്പോൾ നൈട്രജൻ എന്താണ്, പുറത്തേക്ക് പോരാൻ ശ്രമിക്കും. അപ്പൊ അവിടെ ബബിൾസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ മരണപ്പെടാൻ ഇടയുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് സ്ക്യൂബ ഡൈവേഴ്സ്, അത് നമ്മൾ പിന്നീട് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറി സോയിൽസ് വരുന്നത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ നൈട്രജൻ എന്ന് പറയുന്നത് അതിന്റെ കെ എച്ച് 76.48 ആണ്. കമ്പയർഡ് ടു ഹൈഡ്രജൻ ഈസ് വെരി ഹൈ. അപ്പൊ നൈട്രജൻ എന്താണ്, ഹൈഡ്രജൻ ലയിച്ചാൽ നൈട്രജൻ ലയിക്കൂല. മനസ്സിലാവുന്നുണ്ടോ? ദെൻ ദ നെക്സ്റ്റ് വെരി നമുക്ക് എല്ലാവർക്കും പരിചയക്കാരനായിട്ടുള്ള ഒരാളുണ്ട്. നമ്മൾ സ്ഥിരം നമുക്ക് നിലനിൽക്കാൻ തന്നെ ആവശ്യമുള്ളത് നമ്മുടെ ഓക്സിജൻ. ഓക്സിജൻ നമ്മൾ 293 കെൽവിൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, 293 കെൽവിൻ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജന്റെ കെ എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 34.86. അതുകൊണ്ട് കുറച്ച് ഓക്സിജൻ എന്താണ്, വെള്ളത്തിൽ ലയിക്കും. അപ്പൊ എക്സാമിന് മേ ബി ഇങ്ങനെ ചോദിക്കാം, വാം വാട്ടർ, അവിടെ അക്വാറ്റിക് അനിമൽസ് എന്താണ് കഴിയാൻ സാധിക്കില്ല, അവർക്ക് ലീവ് ചെയ്യാൻ സാധിക്കില്ല, ജീവിക്കാൻ പറ്റില്ല. കാരണം ചൂട് കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് പോവില്ലേ. അപ്പൊ അവിടെ ഓക്സിജൻ ഇല്ല. വെള്ളത്തിൽ ലയിച്ചേർന്ന് നിൽക്കുന്ന ഓക്സിജൻ ആണ് ഈ പറയുന്ന അനിമൽസ് എന്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്. കണ്ടോ, ഓക്സിജന്റെ നോക്കൂ കെ എച്ച് വാല്യൂ 34.86. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നമ്മൾ കണ്ടിരുന്ന എക്സാമ്പിൾ, നമ്മൾ സാധാരണ എന്താണ് എല്ലാ ഡ്രിങ്ക്സിലും ഉള്ളത് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് നോട്ട് 293 കെൽവിൻ, 298 കെൽവിൻ. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് 298 കെൽവിൻ, ഇറ്റ്സ് കെ എച്ച് വാല്യൂ ഈസ്, നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും, കെ എച്ച് വാല്യൂ ഈസ് 1.67, very low. So here the kh value is very low, therefore the solubility is high. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് നമ്മുടെ മിറിൻഡ ആയാലും കൊക്കോകോള ആയാലും എന്ത് സോഡ ആയാലും നമ്മൾ എന്ത് ലയിപ്പിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കുന്നത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? So the three main points arrived from Henry's law is, പ്രധാനപ്പെട്ട ആ 3 പോയിന്റുകൾ നമുക്കൊന്ന് നോട്ട് ചെയ്യണം. This is the first point. Okay, the value of kh, the value of kh അറിയാലോ, proportionally constant at any certain temperature. That is very important. At any certain temperature, at any certain temperature. So the value of kh at any certain temperature are different for different gases. Are നമ്മൾ നേരത്തെ കണ്ടു, different for different gases. Okay, different for different gases. Okay, this is the first point. Clear? And the second important point in this Henry's law is, second point, less soluble gas has higher value of kh. Less soluble gas example എന്താ, നമ്മൾ ഹൈഡ്രജൻ കണ്ടു, ഹീലിയം കണ്ടു. ഹാസ് അവരുടെ എന്തായിരിക്കും, kh വാല്യൂ ഹയർ ആയിരിക്കും. higher value of kh, value of kh. Okay, clear?
And the third one, third important point in this Henry's law is, for any gas, the value of KH increases with the temperature. For any gases, for any gas, the value of KH is increases with the increase in temperature. Okay. So these are the main points in Henry's law. ഇതാണ് ഈ റീസൺ കാരണമാണ് വാം വാട്ടറിലെ അനിമൽസിന് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ജീവിക്കാനായിട്ട് പറ്റാത്തത്. ഓക്കെ, ദീസ് ആർ ദ ലോസ് റിലേറ്റഡ്. This is the law which explain the solubility of gases in liquids. ലിക്വിഡിലെ ഗ്യാസ് ലയിക്കുന്നത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ പഠിച്ചു കഴിഞ്ഞത് ഹെൻറീസ് ലോ. ഇനി ഈ ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ഹെൻറീസ് ലോ? ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? സോ നെക്സ്റ്റ് ടോപ്പിക് അതാണ്, ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. Application of Henry's law. Henry's law. Okay. The most valuable, അല്ലെങ്കിൽ നമ്മൾ പറയാം ഏറ്റവും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. നമ്മൾ ഇപ്പോൾ കഴിക്കാറുള്ള സോഡ, അതുപോലെ തന്നെ മിറൻഡ, അങ്ങനെയുള്ള സാധനങ്ങളില്ലേ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. ഓക്കെ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് ലയിപ്പിച്ചിട്ടുണ്ടോ, അത്ര തന്നെ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചിട്ടുള്ള സോഡ വാട്ടർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിലാണ് നമ്മൾ ലയിപ്പിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലാ ലയിപ്പിക്കുക? ഹൈ പ്രഷർ ഹൈയിലായിരിക്കും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ് ഈസ്, നമ്മൾ പുറത്തേക്ക് തുറക്കുന്ന സമയത്ത് പ്രഷർ കുറയാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ അറ്റ് പ്രഷർ എന്താണ്? ലോ. അപ്പൊ ലോ പ്രഷർ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് പോകും, ലീവ്. ഓക്കെ, ക്ലിയർ? സോ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കാർബണേറ്റ് നമ്മൾ കണ്ടാണ്, KH വാല്യൂസ് വെരി വെരി ലോ, 1 point something. സോ യു ക്യാൻ ഈസിലി പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ലയിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. അപ്പൊ നമുക്ക് ആ KH വാല്യൂ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഗ്യാസസ് എത്രത്തോളം ലയിക്കും, ഏത് ടെമ്പറേച്ചറിൽ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാനും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദിസ് ഇസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ആപ്ലിക്കേഷൻ നമ്പർ 2, സ്ക്യൂബ ഡൈവേഴ്സ്. ആരാണ് ഈ സ്ക്യൂബ ഡൈവേഴ്സ്? അതായത് ഈ കടലടിയിലൊക്കെ പോയിട്ട് അവിടുത്തെ ജീവികളെ കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ആളുകളാണ്. അപ്പൊ അവർ നമുക്കറിയാം കടലിനടിയിലേക്ക് പോകുന്തോറും വെള്ളത്തിന്റെ ഒരു അളവ് കൂടുകയാണ്. അപ്പൊ പ്രഷർ ഹൈ ആയിരിക്കും. അപ്പൊ നമ്മളപ്പോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഹൈ പ്രഷർ ആണ്. പ്രഷർ എന്താണ്? ഹൈ ആണ്. പ്രഷർ ഹൈ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പെട്ടെന്ന് ലയിക്കും. ആര്? ഗ്യാസസ്. പ്രഷർ ഹൈ ആണെങ്കിൽ ഗ്യാസസ് ലയിക്കുമല്ലോ. അപ്പൊ ഇവര് ഈ കടലിനടിയിലേക്ക് പോകുമ്പോൾ ഇവര് ശ്വസിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. അപ്പൊ നമുക്കറിയാം എയറിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? എയറിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അപ്പൊ എയറിന്റെ ഒരു മിക്സറാണ് ഇവർ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്നതിൽ വളരെ വില്ലനായിട്ട് ഒരാളാണ് ആര്? നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജൻ. ഓക്കെ, അപ്പൊ നൈട്രജൻ നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും ലയിക്കുന്ന ആളല്ല. നമ്മൾ കണ്ടാണ് 70 സംതിങ് അങ്ങോട്ടാണ് നൈട്രജന്റെ KH. ബട്ട് ഹൈ പ്രഷറിൽ നൈട്രജൻ ലയിക്കും. അപ്പൊ നമ്മൾ നൈട്രജൻ ഉൾപ്പെടെയുള്ള ഓക്സിജനും നൈട്രജൻ ഉൾപ്പെടെയുള്ള എയർ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിനടിയിൽ. അപ്പൊ നൈട്രജൻ എന്താണ്? ബ്ലഡിൽ ലയിച്ചു. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദ സിറ്റുവേഷൻ. നൈട്രജൻ ബ്ലഡിൽ ലയിച്ചു. എന്നിട്ട് നമ്മൾ പഠനമൊക്കെ നടത്തിയിട്ട് മുകളിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ മുകളിലേക്ക് വരുന്തോറും പ്രഷർ കുറയാണ്. ഇത് ഡൗൺ ആണ്, അണ്ടർ ദ സീ. ഓക്കെ, ദെൻ എബവ് ദ സീ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയും. സോ വാട്ട് ഹാപ്പൻ? നൈട്രജൻ ലീവ്സ് ദ ബ്ലഡ്. നൈട്രജൻ ബ്ലഡിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തും. മനസ്സിലായോ? ബ്ലഡിൽ ലയിച്ചിരിക്കുന്ന നൈട്രജൻ, അമിതമായി ലയിച്ചിരിക്കുന്ന നൈട്രജൻ പുറത്തേക്ക്. അപ്പോൾ വാട്ട് ഹാപ്പൻ ഈസ് ബബിൾസ്, സ്മോൾ ബബിൾസ് ഈസ് ഫോംഡ്. ചെറിയ ബബിൾസ് ഉണ്ടാവും. അപ്പൊ ഈ ബബിൾസ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷനെ എതിർക്കും. സോ വാട്ട് ഹാപ്പൻ? മരിച്ചു പോകും, ചത്തുപോകും. നമ്മൾ ഡെത്താണ് സംഭവിക്കുക. അപ്പോ
കൂടുതൽ നൈട്രജൻ എന്താണ് ഇല്ലാതെ മറ്റ് ചില ആൾക്കാരും കൂടി അതിനകത്ത് കൂട്ടത്തിൽ ചേർക്കും നമ്മൾ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ആളാണ് ഹീലിയം. എന്താ നമ്മൾ ചേർക്കുക? ഹീലിയം. നമ്മൾ ഹീലിയത്തിനെ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഹീലിയം കുറച്ച് ഹീലിയം ലയിക്കും, കുറച്ച് നൈട്രജൻ ലയിക്കും, അല്ലെങ്കിൽ നൈട്രജൻ മാത്രം ലയിക്കും. അപ്പൊ ഹീലിയം കൂടി ഉണ്ടെങ്കിൽ കുറച്ച് പേര് ആരായിരിക്കും? ഹീലിയം ആയിരിക്കും. അപ്പൊ അത് നൈട്രജന്റെ ആ ഒരു ലയിക്കുന്നതിനെ എന്താണ് എതിർക്കും. മനസ്സിലായോ? അവര് തമ്മിലുള്ള ഒരു അടിപിടി അവിടെ നടന്നോളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്യുവർ എയർ ആണ് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വാട്ട് ഹാപ്പൻസ് എന്ന് വെച്ചാൽ നൈട്രജൻ കംപ്ലീറ്റ്ലി അതിനകത്ത് ലയിക്കും. ഇപ്പൊ നൈട്രജന്റെയും ഹീലിയത്തിന്റെയും ഓക്സിജന്റെയും മിക്സർ ആണ് നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നൈട്രജന്റെ ബബിൾസ് ഉണ്ടായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻസ്. എന്താണ്? ബെൻസ്. ബെൻസ്. BENDS. ബെൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബെൻസ് എന്ന് പറഞ്ഞാൽ? ബബിൾസ് ഓഫ് നൈട്രജൻ ഇൻ ദ കാപ്പിലാരിറ്റീസ്. നമ്മുടെ കാപ്പിലാരിറ്റീസ് എവിടെ ഉണ്ടാവുന്നു? കാപ്പിലാരിറ്റീസ്. നമുക്കറിയാലോ കാപ്പിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രക്തക്കുഴലുകളിലെ ബബിൾസ് ഉണ്ടാവും. സോ ഇറ്റ്സ് വെരി പെയിൻഫുൾ. അതെന്താണ്? വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. വെരി പെയിൻഫുൾ. ഓക്കെ, വെരി പെയിൻഫുൾ. അത് ഓക്സിജൻ സപ്ലൈനെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ഓക്സിജൻ സപ്ലൈ. സ്റ്റോപ്പ് ഓക്സിജൻ സപ്ലൈ. ഓക്സിജൻ സപ്ലൈനെ സ്റ്റോപ്പ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻ? നമുക്ക് എന്ത് സംഭവിക്കും? മരണം വരെ സംഭവിക്കും. ഓക്സിജൻ കിട്ടാണ്ടായി നമ്മൾ മരിച്ചു. ദാറ്റ്സ് ഓൾ. ക്ലിയർ? അപ്പോ ഇത് ഒഴിവാക്കാൻ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇത് ഒഴിവാക്കാൻ ഒരു മിക്സർ നമ്മൾ ഉപയോഗിക്കും. ആ മിക്സറിൽ വരുന്നത് 11.7% ഹീലിയം. 11.7% ഹീലിയം. അതുപോലെ തന്നെ 56.27% നൈട്രജൻ. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് ഓക്സിജൻ ആണ് മെയിൻ ആള്. പ്ലസ് ഇത് കൂടാതെ ഓക്സിജൻ എന്ന് പറയുന്നത് 32.10% ഓക്സിജൻ. ഓക്കെ, ക്ലിയർ? അപ്പോ ഈ ഒരു ഇതിന്റെ ഒരു മിക്സർ ആണ് നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ആൻഡ് തേർഡ് ആപ്ലിക്കേഷൻ, ദ ആപ്ലിക്കേഷൻ നമ്പർ 3, അതായത് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൗണ്ടനേഴ്സ്, ഈ പർവ്വതാരോഹകർ എന്ന് പറയല്ലേ നമ്മള്. അതായത് വലിയ വലിയ പർവ്വതങ്ങൾ അങ്ങനെ കയറുന്ന ആൾക്കാർ, മൗണ്ടനേഴ്സ്. ഇതാണ് തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ മുകളിലേക്ക് പോകും തോറും പ്രഷർ കുറയാണ് ചെയ്യുക. നമ്മൾ ബലൂണൊക്കെ മുകളിലേക്ക് ഇട്ട ബലൂൺ വലുതായി പൊട്ടിപ്പോകും, അക്കോർഡിംഗ് ടു ബോയ്സ് ലോ. നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. സോ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രഷർ ഡിക്രീസസ്. ക്ലിയർ? അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രഷർ ഡിക്രീസസ്. എപ്പോഴാണ് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്? ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രഷർ ഡിക്രീസസ്. പ്രഷർ കുറവായിരിക്കും. സോ വാട്ട് ഹാപ്പൻ? പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ പോരും നമ്മുടെ ബ്ലഡിൽ നിന്ന്. ഓക്സിജന്റെ ആ ഒരു സോലിബിലിറ്റി ഓഫ് ഓക്സിജൻ ഡിക്രീസസ്. വാട്ട് ഹാപ്പൻ? സോലിബിലിറ്റി എന്താണ്? ഡിക്രീസസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടില്ല? ഓക്സിജൻ കിട്ടില്ല. അപ്പൊ ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ഈസ് ഡിക്രീസ്ഡ്. സോ വാട്ട് ഹാപ്പൻ? ദാറ്റ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് അനോക്സിയ. ANOXIA എന്ന് വെച്ച് കഴിഞ്ഞാല് അനോഷ്യ എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഏബിൾ ടു തിങ്ക്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. നടക്കണോ, ചാടണോ, നിൽക്കണോ, എന്താ ദ തിങ്കിങ് കപ്പാസിറ്റി ഈസ് റെഡ്യൂസ്ഡ്. ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. ബട്ട് ഈസ് ടെമ്പററി. ഇത് ചത്തുപോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അൺഏബിൾ ടു തിങ്ക്. ആ ഓക്സിജന്റെ അളവ് കുറയുന്നതോടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയും. മനസ്സിലാവുന്നുണ്ടോ? സോ പ്രഷർ കുറയുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരാണ്? ഹെൻറി സ്ലോയാണ്. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചുള്ള കരുതലുകളൊക്കെ നമ്മൾ എടുത്തിട്ടായിരിക്കും ഈ മൗണ്ടനേഴ്സ് പോവുക. ഇതൊക്കെയാണെങ്കിലും വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഹെൻറീസ് ലോ? ഹെൻറീസ് ലോന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ നെക്സ്റ്റ് our topic is limitations of Henry's law. Limitations of Henry's law.
ഹെൻറീസ് ലോ. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ക്ലാസ് ഇനിയുമുണ്ട്. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ, ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആയിപ്പോയോ, ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ. ജസ്റ്റ് എ റിവ്യൂ. ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ യെസ് എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, let's take a break for 2 minutes. Hello. We'll start after a minute. ഒരു മിനിറ്റിന് ശേഷം നമ്മൾ 1 minute കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അഗെയിൻ. നമ്മൾ എവിടെയാണ് നിർത്തിയത്? ലിമിറ്റേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, the first limitation is it is applicable to ideal gas only. It is applicable to ideal gas only. Ideal gas. എന്താണ് ഈ പറയേണ്ട അർത്ഥം? ഐഡിയൽ ഗ്യാസിന് മാത്രമാണ് ഈ ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്ന്. എന്താണ് ഐഡിയൽ ഗ്യാസ്, റിയൽ ഗ്യാസ് കേട്ടിട്ടുണ്ടോ? റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഗ്യാസ് മോളിക്യൂൾസ് എന്താണ്, വോളിയം ഇല്ല, അവർ തമ്മിൽ അട്രാക്ട് ചെയ്യില്ല. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യാൻ പാടില്ല, അതാണ് ശരിക്കും ഗ്യാസ്. നമ്മൾ അത്തരമുള്ള ഗ്യാസുകളാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു കണ്ടെയ്നർ എടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ഗ്യാസസ് മോളിക്യൂൾസ് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇവര് തമ്മിൽ അട്രാക്ഷൻ ഇല്ല, ഇവർ ഒരു തോന്നിയ പോലെ പോയിട്ട് തമ്മിൽ അട്രാക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഗ്യാസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. ഓക്കെ, ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യാൻ പാടില്ല.
പക്ഷെ എന്നാലും ചെറിയൊരു അട്രാക്ഷൻ ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ ഹൈ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ പ്രഷർ നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, അതാണ് റിയൽ ഗ്യാസ്. റിയൽ ശരിക്കും ഗ്യാസ് അങ്ങനെയാണ്. പക്ഷേ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ? ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയുന്നത് ഈ പറയുന്ന ആൾക്കാർ നമ്മളെ അട്രാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ, ഒരിക്കലും സംഭവിക്കാൻ റിയൽ ലൈഫിൽ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ കാണാൻ ഇടയില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നല്ല ഗ്യാസ്, അത് ഐഡിയൽ ഗ്യാസ്, ഗ്യാസിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഗ്യാസ്, ഐഡിയൽ ഗ്യാസ്, അതിൽ മാത്രമാണ് ഹെൻറീസ് ലോ ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ളൂ എന്നാണ് ഇതിന്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ. കിട്ടിയോ? ക്ലിയർ? യെസ്. ആൻഡ് ദ സെക്കൻഡ് ലിമിറ്റേഷൻ, limitation 2, it is not applicable to gases which react chemically with the solvent. Not applicable, not applicable to gases react chemically with the solvent. ഇത് സോൾവെന്റുമായിട്ട് കെമിക്കലി റിയാക്ട് ചെയ്യുന്ന ഗ്യാസസിനെ ഇത് ബാധകമല്ല. ഈ നിയമം ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഓൾറെഡി അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാണ്. എന്താണ്, ഓർമ്മയുണ്ടോ? NH3 അമോണിയ റിയാക്ട് വിത്ത് എന്താണ്, വാട്ടർ. അമോണിയ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അമോണിയ വെള്ളത്തിൽ വെച്ച് വേറെ കോമ്പൗണ്ട് ഉണ്ടാവും, കെമിക്കൽ റിയാക്ഷൻ നടക്കും. അവിടെ എന്തുണ്ടാവും? NH4OH ഉണ്ടാവും. ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞതാണ് NH4OH. ഓക്കെ, അനദർ എക്സാമ്പിൾ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് ഗ്യാസ് നമ്മൾ വാട്ടർ ലയിപ്പിച്ചു എന്ന് വിചാരിക്കും. വാട്ട് ഹാപ്പൻ? H3O+ ഹൈഡ്രോണിയം അയോൺ ഉണ്ടാവും. H3O+ ഹൈഡ്രോണിയം അയോൺ പ്ലസ് ക്ലോറിൻ. കിട്ടിയോ? സോ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കൽ ടു ഗ്യാസസ് റിയാക്ട് കെമിക്കലി വിത്ത് ദ സോൾവെന്റ്. നമ്മുടെ സോൾവെന്റ് ആയ വാട്ടറിലേക്ക് രാസപ്രവർത്തനം നടത്തുന്ന കെമിക്കലി റിയാക്ട് ചെയ്യുന്ന ഗ്യാസസിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഹലോ, ഇപ്പൊ കറണ്ട് പോയായിരുന്നു. അപ്പൊ നമ്മള് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യാമോ?
Is that clear? ഓക്കെ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ, ഇവിടെ ഒന്ന് എഴുതി നോക്കട്ടെ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാലൻസ് പോർഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷനും ലിമിറ്റേഷൻസും കഴിഞ്ഞു. സോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ ക്ലാസ്. കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു റിപ്ലൈ കിട്ടുന്നില്ല. കാരണം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു റിപ്ലൈ കിട്ടുന്നില്ല. സോ നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ടൈം നമുക്ക് ബാലൻസ് ക്ലാസ് എടുക്കാം. നെക്സ്റ്റ് ടൈം നമ്മൾ സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓൾറെഡി നമ്മൾ ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു ടോപ്പിക് കൂടി ഉണ്ടായിരുന്നു, സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്, ലാസ്റ്റ് 5th ടോപ്പിക്ക്. നമ്മൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യും. ഓക്കെ, താങ്ക് യു.